ശ്രീരാമനെ അപമാനിച്ച നയൻതാര പണി പാളിയതോടെ ഒടുവിൽ മാപ്പ് പറഞ്ഞ് കേണപേക്ഷിച്ച് ജയ് ശ്രീറാം എന്നൊക്കെ എഴുതി ക്ഷമാപണ കത്ത് നൽകിയപ്പോൾ എത്തുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് നയൻതാരയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ അന്നപൂർണി എന്ന സിനിമയിൽ ശ്രീരാമനെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശങ്ങളുണ്ടെന്ന് കാണിച്ച് ഹിന്ദു സേവാ പരിഷത്ത് പരാതി നൽകിയത്. ഇതോടെയാണ് അന്നപൂർണി എന്ന സിനിമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് തുടർന്ന് നയൻതാര അറസ്റ്റിലാകുമെന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ താരം മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുന്നത്. തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ ജയ് ശ്രീറാം എന്ന തലക്കെട്ടിൽ നൽകിയ പോസ്റ്റിലൂടെയാണ് നയൻതാര ഇപ്പോൾ മാപ്പ് പറയുന്നത്. വിശ്വാസിയായ തന്റെ പ്രവൃത്തി ബോധപൂർവമല്ലെന്നും ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുമാണ് നയൻതാര പറയുന്നതും. അന്നപൂർണി എന്ന സിനിമയെടുത്തത് വെറുമൊരു കച്ചവട ലക്ഷ്യത്തോടെയല്ല, അതിലുപരി ഒരു നല്ല ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായാണ്. നിശ്ചയദാർഢ്യത്തോടെ പോരാടിയാൽ എന്തും നേടാം എന്ന രീതിയിലാണ് അന്നപൂർണി സിനിമ ഒരുക്കിയതെന്നാണ് നയൻതാര പറയുന്നത്. അന്നപൂർണിയിലൂടെ ഒരു പോസിറ്റീവ് സന്ദേശം പകരാൻ ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും അത് ചിലരുടെ മനസ്സിനെ വേദനിപ്പിച്ചതായി ഞങ്ങൾക്ക് തോന്നി. മനഃപൂർവ്വമായിരുന്നില്ല. സെൻസർ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയതും തിയേറ്ററിൽ റിലീസ് ചെയ്യുകയും ചെയ്ത ഒരു സിനിമ OTTയിൽ നിന്ന് നീക്കം ചെയ്തത് ഞങ്ങളെ അതിശയിപ്പിച്ചു. ആരുടെയും വികാരം വ്രണപ്പെടുത്താൻ എനിക്കും എന്റെ ടീമിനും ഉദ്ദേശമല്ല. കൂടാതെ ഈ വിഷയത്തിന്റെ ഗൌരവം എത്രമാത്രമുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ആരാധനാലയങ്ങളും സന്ദർശിക്കുന്ന ദൈവവിശ്വാസിയെ ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ഇത് ചെയ്യുമായിരുന്നില്ല. അതിനപ്പുറം എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അന്നപൂർണിയുടെ യഥാർത്ഥ ലക്ഷ്യമല്ലാതെ കുറ്റപ്പെടുത്തലല്ല. പോസിറ്റീവ് ചിന്തകൾ പ്രചരിപ്പിക്കാനും മറ്റുള്ളവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാനും മാത്രമാണ് ഈ 20 വർഷത്തെ സിനിമാ യാത്രയുടെ ഉദ്ദേശമെന്ന് ഒരിക്കൽ കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് നയൻതാര സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ട ക്ഷമാപണ കത്ത്. നീലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമയിലൂടെ ശ്രീരാമനെ മോശമായി ചിത്രീകരിക്കുകയും ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തെന്നും ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നുമാണ് ചിത്രത്തിനെതിരെ ഉയർന്ന പരാതി. സംഭവം വിവാദമായതോടെയാണ് നെറ്റ്ഫ്ലിക്സ് ഈ ചിത്രം പിൻവലിച്ചത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നയൻതാര ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. ഡിസംബർ 1 തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ഡിസംബർ 29 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തത്. അതേസമയം നയൻതാരയെ നമുക്കറിയാം. നയൻതാര ഒരു മലയാളി നടിയാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുള്ള ഒരു ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഡയാന മറിയം കുര്യൻ എന്ന നയൻതാര ജനിച്ചത്. ഡയാന കുര്യൻ എന്ന പേര് പിന്നീട് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് താരം മാറ്റിയതും. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ചിത്രലോകത്തേക്ക് നയൻതാര എത്തുന്നത്. തുടർന്ന് തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു. അന്നപൂർണി എന്ന നയൻതാര ചിത്രത്തിന്റെ സംവിധായകനും നിർമ്മാതാക്കൾക്കും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ കണ്ടന്റ് ഹെഡ് മോണിക്ക ഷെഗലിനുമെതിരെയാണ് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തത്. മതകലഹവും വികാരം വ്രണപ്പെടുത്തുന്നതിലും ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകളുണ്ട് എന്ന വിവരങ്ങളായിരുന്നു പുറത്തുവന്നത്. ഇതോടെയാണ് ഇന്ത്യൻ സൂപ്പർ ഹിറ്റുകളുടെ താരറാണി നിയമക്കുരുക്കിൽപ്പെട്ടതും. പ്രതികൾ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുകയും ശ്രീരാമനെ അനാദരിക്കുകയും സിനിമയിലൂടെ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. നയൻതാര സംവിധായകൻ നീലേഷ് കൃഷ്ണ, നിർമ്മാതാക്കളായ ജിതിൻ സേത്തി, R രവീന്ദ്രൻ എന്നിവരുൾപ്പെടെ 7 പ്രതികളും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ മേധാവി കേസിൽ പ്രതികളാണ്. ഹിന്ദു സേവാ പരിഷത്ത് ഒംതി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ FIR ഫയൽ ചെയ്യുകയായിരുന്നു. ഡിസംബർ 1 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം ഡിസംബർ 21 നെറ്റ്ഫ്ലിക്സിൽ നിന്നും സ്ട്രീം ചെയ്യാൻ തുടങ്ങിയത്. കേസിനെ തുടർന്ന് ചിത്രം ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു. ബജറംഗളും ഹിന്ദു IT സെല്ലും നയൻതാരയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ 2 പരാതികളാണ് മുംബൈയിൽ നൽകിയിട്ടുള്ളത്. ഹിന്ദു സേവാ പരിഷത്തിന്റെ സ്ഥാപകനും പ്രസിഡന്റുമായ അതുൽ ജസ്വാനി ജബൽപൂരിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: മതത്തിന്റെയും പൊതു ഉദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം നയൻതാരയും ടീമും കുറ്റകൃത്യങ്ങൾ ചെയ്തു. ജനകോടികൾ ആരാധിക്കുന്ന ശ്രീരാമനെ അവഹേളിക്കുകയും ലവ് ജിഹാദിന്റെ പ്രൊമോട്ടർ എന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തു. സിനിമയിൽ ഹിന്ദു ആചാരങ്ങൾക്ക് മീതെ മുസ്ലിം രീതികൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അന്നപൂർണി ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തിയെന്നും സനാതന ധർമ്മത്തെ അപമാനിച്ചെന്നും ശ്രീരാമനെതിരെ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ നടത്തിയെന്നുമാണ് ഹിന്ദു സേവാ പരിഷത്ത് FIRൽ ആരോപിക്കുന്നത്. ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായി അഭിനയിക്കുന്ന നയൻതാര ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുൻപ് ഹിജാബ് ധരിച്ച് നമസ്കരിക്കേണ്ടിയിരുന്നു എന്നതുൾപ്പെടെയുള്ള സിനിമയിലെ ചില രംഗങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഒരു സെഗ്മെന്റിൽ നയൻതാര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സുഹൃത്ത് അവളെ മാംസം മുറിക്കാൻ നിർബന്ധിക്കുന്നു. ക്ഷേത്രത്തിൽ മാംസമാകാമെന്നും അതിന് കുഴപ്പമില്ലെന്നും പ്രചരിപ്പിച്ചു. ഹിന്ദു ദൈവങ്ങൾ
മാംസാഹാരികൾ എന്നുവരെ പ്രചരിപ്പിച്ചു. ശ്രീരാമനും സീതാദേവിയും മാംസം കഴിച്ചിരുന്നുവെന്നാണ് ഇവർ അവകാശപ്പെട്ടത്. മുസ്ലിം പുരുഷന്മാർ ഹിന്ദു പെൺകുട്ടികളെയും സ്ത്രീകളെയും മതം മാറ്റാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ഉപയോഗിക്കുന്ന ലവ് ജിഹാദ് എന്ന പദമാണ് സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നായിരുന്നു ജസ്വിനി ആരോപിച്ചത്. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി തന്റെ ആഗ്രഹം പോലെ ലോകപ്രശസ്ത ഷെഫ് ആകുന്നതാണ് അന്നപൂർണിയുടെ ഇതിവൃത്തം. ഡിസംബർ 1-നായിരുന്നു ഈ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. എന്നാൽ സിനിമയിലെ ചില രംഗങ്ങൾ വിവാദത്തിന് കാരണമായി. ഈ ചിത്രത്തിൽ രാമായണത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ പരാമർശമുണ്ട്. ഇതിനു പുറമെ മതപരിവർത്തനത്തിന് പ്രോത്സാഹനമാകുന്ന രംഗങ്ങളും ചിത്രത്തിലുണ്ട്. ഇതേ തുടർന്നാണ് ഈ ചിത്രത്തിനെതിരെ പരാതി ഉയർന്നത്. എന്നാൽ ചിത്രത്തിൽ പറയുന്നത് പോലെ ശ്രീരാമനും സീതയും മാംസാഹാരിയായിരുന്നില്ല. സിനിമയിലൂടെ നയൻതാര ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്നായിരുന്നു. ഹിന്ദുക്കളുടെയും അവർ പരിപാവനമായി കരുതുന്ന ആചാരങ്ങളൊക്കെ നയൻതാര അവഹേളിച്ചു എന്ന് കാട്ടിയായിരുന്നു നയൻതാരയ്ക്കും ടീമിനുമെതിരെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.